തലപതിയുടെ ജനനായകൻ എന്ന സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് എഡിഷനിൽ ജനനായകൻ സിനിമ ജൂലൈ 23-നാണ് തിയേറ്റർ റിലീസ് വന്നത്, വ്യാഴാഴ്ച. അങ്ങനെ വെള്ളിയാഴ്ചയിലെ ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. അനിരുദ്ധാണ് സിനിമയിലെ മ്യൂസിക്. പൂജ ഹെഡ്ജ്, തലപതി വിജയ്, മമിത ബൈജു, പ്രകാശ് രാജ്, ബോബി ഡിയോൾ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ സിനിമയിൽ അഭിനയിച്ചത്. KVN പ്രൊഡക്ഷൻ ഹൗസ് ആണ് സിനിമ നിർമ്മിച്ചത്. പടം കണ്ടവർ എന്തെങ്കിലും മറക്കാതെ പടത്തിൽ വിപണിയിൽ കമ്മിറ്റ് ചെയ്യപ്പെടുക. എന്തെങ്കിലും സിനിമയുടെ ബോക്സ് ഓഫീസ് പരിശോധിക്കാം. കേരളത്തിലെ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ ഓപ്പണിംഗ് ആയിട്ട് 5,60,00,000 കാണാൻ സാധിച്ചത്. എന്തായാലും രണ്ടാം ദിവസം നോക്കുമ്പോൾ സിനിമയ്ക്ക് നല്ലപോലെ കളക്ഷൻ കുറയുന്നുണ്ട്. 2 കോടിയുടെ മുകളിലാണ് സിനിമയ്ക്ക് വെള്ളിയാഴ്ച ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും. നമ്മുടെ ജനനായകൻ സിനിമയ്ക്ക് വലിയ രീതിയിൽ ഒരു ഇടിവ് കാണുന്നുണ്ട്, ഡ്രോപ്പ് ആയിട്ട്. ഈവൻ തമിഴ്നാട് പരിശോധിക്കുകയാണെങ്കിൽ പോലും സിനിമയ്ക്ക് ആദ്യ ദിവസം 28 കോടിയുടെ മുകളിൽ കാണാൻ സാധിച്ചു. ഇപ്പൊ നോക്കുമ്പോൾ സിനിമയ്ക്ക് ടോട്ടലായിട്ട് രണ്ടാം ദിവസം നെറ്റ് കളക്ഷൻ മാത്രം 21, അതുപോലെ തന്നെ 15 ലക്ഷമാണ്. 21,15,00,000 സിനിമയുടെ രണ്ടാം ദിവസത്തെ ടോട്ടൽ നെറ്റ് കളക്ഷൻ കാണാൻ സാധിക്കും നമുക്ക് ഇന്ത്യയിൽ നിന്ന്. സിനിമയുടെ ടോട്ടൽ നെറ്റ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 63,85,00,000. ഇനി സിനിമയുടെ ടോട്ടൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഗ്രോസ് പരിശോധിക്കുകയാണെങ്കിൽ 75 കോടിയുടെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് രണ്ടാം ദിവസം ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ 12K ഷോസാണ് റണ്ണിങ് ചെയ്യാൻ സാധിച്ചത്. ഇനി സിനിമയുടെ രണ്ടാം ദിവസത്തെ വിദേശ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 10 കോടിയാണ് സിനിമയുടെ ഇന്ത്യയുടെ വെളിയിലെ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും. രണ്ടാം ദിവസം മാത്രം സിനിമ നേടിയെടുത്തത്. ടോട്ടൽ 2 ദിവസം കൊണ്ട് സിനിമയുടെ വിദേശ ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ ഓവർസീസ് പരിശോധിക്കുമ്പോൾ 37,50,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇനി ജനനായകൻ സിനിമയുടെ 2 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് തന്നെയാണ്. ഓൾമോസ്റ്റ് 112,50,00,000 സിനിമ 2 ദിവസം കൊണ്ട് നമ്മുടെ ജനനായകൻ സിനിമ നേടിയെടുത്തത്. ഓൾമോസ്റ്റ് 100 കോടിയുടെ മുകളിൽ സിനിമയ്ക്ക് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് സിനിമ രണ്ടാം ദിവസം. ഓൾമോസ്റ്റ് 50% ഡ്രോപ്പാണ് ഇന്നലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജനനായകൻ സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് ജനനായകൻ എന്ന സിനിമ അത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം സിനിമ കംപ്ലീറ്റ് ആയിട്ട് പ്ലോട്ട് ഒന്നുമില്ല മെയിനായിട്ട്. ഈവൻ നല്ലൊരു ക്വാളിറ്റി മേക്കിംഗ് പോലും കാണാൻ സാധിക്കുന്നില്ല നമുക്ക് ജനനായകൻ സിനിമ നോക്കുവാണെങ്കിൽ. അത്രയും വളരെ മോശമായ ഒരു മേക്കിംഗ് ക്വാളിറ്റി കാണുന്നുണ്ട്. ജസ്റ്റ് സിനിമയുടെ തീമായിട്ട് പറയുകയാണെങ്കിൽ എലക്ഷൻ ക്യാമ്പയിൻ എന്ന് എടുത്ത് പറയാം. ഇത് എലക്ഷന് മുമ്പ് തിയേറ്റർ റിലീസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ തലപതി വിജയ്ക്ക് കുറച്ചും കൂടി വോട്ട് ലഭിച്ചേനെ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ആ രീതിയിലാണ് ഈ സിനിമ. കംപ്ലീറ്റ് ഫാൻ സർവീസ് എന്ന് പറയാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പോയിൻമെന്റ് ആയ ഒരു ലാസ്റ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ആസ് എ തലപതി വിജയ് ഫാന്. എന്തെങ്കിലും പടം കണ്ടവരും നിങ്ങളാണ്, നിങ്ങളുടെ അഭിപ്രായം വിലയേറിയതാണ്. അഭിപ്രായം ബുക്ക് ചെയ്യപ്പെടുന്നത് എന്തെങ്കിലും കാത്തിരിനെ ചെയ്യാൻ നമുക്ക് ജനനായകൻ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആയിട്ട്. പക്ഷേ ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ കണ്ടവരെ മറക്കാതെ അഭിപ്രായം ബുക്ക് ചെയ്യപ്പെടുത്തുക.